Hi everyone, welcome back. Today we are going to discuss 19th question from miscellaneous exercise of integrals. Are you ready? Okay, let us start. Integral of sin inverse root x minus cos inverse root x divided by sin inverse root x plus cos inverse root x dx. നമുക്കറിയാം sin inverse root x plus cos inverse root x is equal to pi by 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഈ കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സിന് പകരം നമുക്ക് കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് കറക്റ്റ് അല്ലേ? നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സിന് പകരം പൈ ബൈ 2 minus sin inverse root x dx divided by sin inverse root x plus cos inverse root x means that is pi by 2. ഓക്കെ, ഇനി പൈ ബൈ 2 നമുക്ക് ഇൻ്റഗ്രലിന് ഔട്ട് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ബൈ പൈ എന്ന് വരും. കറക്റ്റ് അല്ലേ? ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് മൈനസ് പൈ ബൈ 2 പ്ലസ് minus into minus plus, then sin inverse root x, then dx. Okay, then sin inverse root x plus sin inverse root x എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, 2 sin inverse root x minus pi by 2 dx. ഓക്കെ, ഇനി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ ഓഫ് ഈ 2നെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പം നമുക്ക് 4 ബൈ പൈ വരും. 4 ബൈ പൈ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഡി എക്സ് മൈനസ് ഈ 2 ബൈ പൈ വെച്ചിട്ട് നമുക്ക് ഈ പൈ ബൈ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 2ഉം 2ഉം ക്യാൻസൽ, പൈയും പൈയും ക്യാൻസൽ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്. കറക്റ്റ് അല്ലേ? 2 ബൈ പൈ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ബൈ പൈ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ 4 ബൈ പൈ നമ്മൾ ഔട്ട് സൈഡിൽ എഴുതി. ഇനി 2 ബൈ പൈ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 2ഉം 2 ബൈ പൈയും ക്യാൻസൽ, ദെൻ വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധിച്ചിരുന്നോണേ, ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബൈ പൈ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സിന് പകരം നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഐ എന്നിട്ട് കൊടുക്കാം. ഐ എന്നിട്ട് കൊടുക്കാം. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഐ എന്നിട്ട് കൊടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് മീൻസ് ദാറ്റ് എക്സ് പ്ലസ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായില്ലേ? ഇതിന് നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സിന് പകരം നമ്മൾ ഐ എന്നിട്ട് കൊടുത്തു. ഇത് മൈനസ് എക്സ് പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് ഐ എന്നെടുത്ത് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഡി എക്സ്. നമുക്ക് റൂട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടി, ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ. സോ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2t dt. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ടി, സൈൻ ഇൻവേഴ്സ് ടി, ദെൻ ഡി എക്സ് മീൻസ് 2t dt. 2 നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇൻറ്റു ടി ഡി ടി. മനസ്സിലായോ? കിട്ടിയല്ലോ? അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് മീൻസ് സൈൻ ഇൻവേഴ്സ് ടി, then dx means 2t dt. so 2t dt. ഇനി നമുക്ക് ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യണം അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനിൽ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ? ഐലൈറ്റ് ആണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഐലൈറ്റ്, ഇൻവേഴ്സ്, ലോഗറിതമിക്, ആൾജിബ്ര, ട്രിഗ്നോമെട്രി ആൻഡ് എക്സ്പൊണൻസ്. ഇതിനകത്ത് ഇൻവേഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. So I is equal to 2 into first function into integral of the second. Integral of second means that is t square by 2
മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മീൻസ് ദാറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി ടി. ഓക്കെ, ദെൻ ഐ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് this 2 we can take it outside, minus 1 by 2 into t square divided by root of 1 minus t square dt. Okay, understood? Correct alle? 2 into sin inverse t into t square by 2, then this 2 minus 1 by 2 into integral of t square divided by root of 1 minus t square dt. E is equal to, we can open the bracket by using this 2 വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ബ്രാക്കറ്റിൽ. അപ്പം ഈ 2 ക്യാൻസൽ ആയി പോവും. അപ്പം നമുക്ക് സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ഈ 2 മൈനസ് 1 by 2 ക്യാൻസൽ ആയി പോവും. സോ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. ഈ മൈനസ് നമുക്ക് ഇൻസൈഡിലേക്ക് എടുക്കാം, നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ ബേസിൽ എഴുതാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഐ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ. ഓർമ്മയുണ്ടോ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ ബേസിൽ എഴുതുന്നത്? അപ്പോൾ ഇതെങ്ങനെ എഴുതും? 1 മൈനസ് ടി സ്ക്വയർ. കണ്ടോ, അപ്പോൾ ഇവിടെ മൈനസ് ടി സ്ക്വയർ ഉള്ളൂ, നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു 1 ഇട്ട് കൊടുത്തു, അപ്പോൾ -1 ഇട്ട് കൊടുക്കും. കറക്റ്റ് അല്ലേ? 1 മൈനസ് 1 ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിൻ്റെ ബേസിൽ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യണം, ലോങ് ഡിവിഷൻ. ഇതാണ് എളുപ്പം. നോക്കിക്കേ, 1 മൈനസ് ടി സ്ക്വയർ അങ്ങനെ എഴുതി. എന്നിട്ട് നോക്കണം, നമുക്ക് മൈനസ് ടി സ്ക്വയർ അല്ലേ ന്യൂമറേറ്ററിൽ ഉള്ളത്. അപ്പം കണ്ടോ, ഇവിടെ ഒരു 1 ആണ് എക്സസ്, ആ -1 ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. ഐ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ. ദെൻ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. 1 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ അല്ലേ? 1 മൈനസ് ടി ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. അത് മനസ്സിലായല്ലോ? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇതേ ബൈ ഇതേ -1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. ഇനി ഐ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 1 മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ മീൻസ് കറക്റ്റ് റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി ടി മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. ഇനി ഇതിനെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? Then I is equal to sin inverse t into t square plus root of a square minus x square. Root of a square minus x square formula നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താ root of a square minus x square എന്ന് പറഞ്ഞാൽ? root of a square minus x square is equal to x by 2 into question അല്ലേ? question a square root of a square minus x square plus a square by 2 sin inverse x by a plus c നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. x by 2 into root of a square minus x square plus a square by 2 sin inverse x by a plus c. Understood? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ a എന്ന് പറയുന്നത് ഇവിടെ 1ഉം അതുപോലെ x എന്ന് പറയുന്നത് നമ്മുടെ tയുമാണ്. ഇവിടെ a is equal to 1ഉം x is equal to tയുമാണ്. ഓർത്തിരുന്നോണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x by 2 means t by 2. ഇനി root of question means question 1 minus root of 1 minus t square plus a square by 2 എന്തായിരുന്നു നമ്മുടെ 1 by 2. അപ്പം 1 by 2 1 അല്ലായിരുന്നു 1ൻ്റെ സ്ക്വയർ 1 by 2. then sin inverse x by a means t. ഓക്കെ കഴിഞ്ഞല്ലോ. പ്ലസ് സി. ഓക്കെ ഒരു സി ഇട്ടാൽ മതിയല്ലോ. പ്ലസ് കറക്റ്റ് അത്രയും. ഇനി നമുക്ക് ഇവിടെ മൈനസ് സൈൻ ഇൻവേഴ്സ് ടി.
plus c. Then I is equal to sin inverse t into t square, sin inverse t into t square plus t by 2. T by 2 plus t by 2 root of 1 minus t square plus 1 by 2 sin inverse t യും മൈനസ് sin inverse t യും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? മൈനസ് 1 by 2 sin inverse t പ്ലസ് സി. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്തായിരുന്നു നമ്മുടെ ടി എ? ഓർമ്മയുണ്ടോ? ടി എന്ന് പറയണത് നമ്മുടെ റൂട്ട് എക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ അത് ടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. I is equal to sin inverse root x into t square means x plus t root x by 2 into root of 1 minus t square means x minus 1 by 2 sin inverse t means root x plus c. Then I is equal to നമുക്ക് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സും മൈനസ് 1 by 2 സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സും കൂടെ ഒരുമിച്ച് എഴുതാം. സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് നമുക്ക് ഔട്ട് സൈഡിലേക്ക് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ്. അപ്പം നമുക്ക് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ പിന്നെ ഇവിടെ എന്താ വരുന്നത്? എക്സ് മൈനസ് 1 by 2. ഓക്കെ, കറക്റ്റ് അല്ലേ? എക്സ് മൈനസ് 1 by 2 പ്ലസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് സി. കറക്റ്റ് അല്ലേ? സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 by 2 പ്ലസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് പ്ലസ് സി. ഇത് കൊണ്ടുപോയി നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഐയുടെ പ്ലേസിൽ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2 വലിയ സമ്മാണ്, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/π. ഐക്ക് പകരം സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 by 2 പ്ലസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. അതാണ് ഐ എന്ന് പറയുന്നത്. ദെൻ മൈനസ് എക്സ്, ഈ കിടക്കുന്ന മൈനസ് എക്സ് പ്ലസ് സി. 4/π സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 by 2 പ്ലസ് റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. അവിടെ നമ്മൾ ബ്രാക്കറ്റ്. ഓക്കെ, ദെൻ മൈനസ് എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 4/π നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പം നമുക്ക് 4/π സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു ഇവിടെ നമുക്ക് എൽ സി എം എടുക്കാം. 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4/π റൂട്ട് ഇൻറ്റു റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ്. 4/π സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ഇൻറ്റു 2x മൈനസ് 1 by 2 പ്ലസ് 4/π റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി. നമുക്ക് ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് 2/π ഇൻറ്റു 2x മൈനസ് 1 സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് 2 കിട്ടും അല്ലേ. അപ്പം നമുക്ക് പ്ലസ് 2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് എക്സ് പ്ലസ് സി ഈക്വൽ ടു 2/π ഇൻറ്റു 2x മൈനസ് 1 സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് പ്ലസ് 2 ഇൻറ്റു ഈ റൂട്ട് എക്സ് വെച്ച് തന്നെ മൾട്ടിപ്ലൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ പൈ മൈനസ് എക്സ് പ്ലസ് സി. root x into 1 means x, root x into x means that is minus x square minus x plus c. Okay guys,
19th ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക, പല പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ലെന്തി പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ 20th ക്വസ്റ്റ്യൻ വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അണ്ടിൽ ദെൻ ബൈ ബൈ.